ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കാണാതെ ഞാൻ സൈഡിലോട്ട് വെക്കാൻ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ജേണൽ വ്ളോഗാണ്. നമ്മൾ ഫസ്റ്റ് എൻ്റെ കോസ്റ്റ്യൂം കാണിച്ചു തരാവേ. ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. ഇന്നലെ വന്ന ഷോർട്സാണിത്. ഞങ്ങൾ വീട്ടിലില്ലാത്തതുകൊണ്ട് കടയിലാണ് കൊടുത്തത്. അപ്പോൾ കടയിൽ നിന്ന് ഇപ്പം എടുത്തുകൊണ്ട് വന്നപ്പോൾ ഇപ്പം ഇട്ടതാണ്. ഇങ്ങനെയുണ്ട്. എനിക്ക് 4 ഷോർട്സ് ആയിരുന്നു കിട്ടിനകത്തുള്ളത്. ഇതിൻ്റെ ഒരു വേറെ കളർ ആക്കിയിട്ടിനകത്തുണ്ട്, ബ്ലൂ കളർ. അതിൻ്റെ ഫസ്റ്റ് തന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു ജേണലിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ എന്ത് ജേണലാണെന്നറിയോ? നമ്മുടെ സ്വന്തം ന്യൂസ് പേപ്പർ ഇവിടെ ആരും വായിക്കുന്ന പോലും ഇല്ല. വായിക്കാത്തതുകൊണ്ട് നമുക്ക് രണ്ട് ചുമ്മാ എന്തിനാണ് കിടക്കുന്നതെന്ന് വിചാരിച്ച് നമുക്ക് ഇരുന്നത് ജേണൽ. ഇന്നത്തെയാണ് നമുക്ക് സൺഡേ ഒക്കെ പ്രത്യേകിച്ച് വേണ്ടൊരു സാധനമാണ്. ജേണൽ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഫാൻ നോക്കിയിട്ട് വരാവേ. ഗൈസ്, നമ്മൾ ജസ്റ്റ് ഒന്ന് റൂമൊന്ന് മാറുവാണേ. ഇപ്പം നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് എത്തിയത്. ഇപ്പൊ ഇവിടെ ഒരാളിരിപ്പുണ്ട്, പക്ഷെ പരിചയപ്പെടുത്തുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ജോലി 10:30 എഴുന്നേറ്റിട്ടേ ഉള്ള ജോലി. 10 ഞാൻ രാവിലെ 7 മണിക്ക് 7:30 ആയപ്പോഴേക്കും വഴക്കുണ്ടാക്കില്ല വഴക്ക്. ഇപ്പൊ ദക്ഷ ഇവിടെ മുടിയൊക്കെ ഇങ്ങനെ അലങ്കോലിച്ച് ഇങ്ങനെ വെച്ചോ കാണിക്കട്ടെ. നോക്കിയിട്. ഓക്കെ, പണിയിലേക്ക് പോവാം. വിളിക്കുന്നു. അപ്പം നമുക്ക് നേരെ തുടങ്ങും. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ലോക്ക് കാണിച്ചു തരാം. 135 ആണ് എൻ്റെ ലോക്ക്. ഞാനൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ തുറന്നു. എൻ്റെ പേര് എനിക്ക് ജർമ്മനി പറഞ്ഞു തന്ന ഒരു പേരാണ് ഞാൻ ഇട്ടേക്കുന്ന. ഇതിന് മൈ കിറ്റി ജേണൽ. ഇതിൽ കുറേ പൂച്ചകളൊക്കെ ഉണ്ട്, കണ്ടോ? അത് ഞാൻ പേരൊന്ന് കാണിച്ചു കൊടുത്തപ്പോഴത്തേക്ക് ഇത് നോക്കിയിട്ട് കിറ്റി ജേണൽ. ഫസ്റ്റ് ഞാൻ എൻ്റെ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ചീകത്തൊന്നുമല്ല, ചുമ്മാ കുറച്ച് മലയാളം ഇംഗ്ലീഷ്. നമ്മൾ ഇംഗ്ലീഷ് എഴുതിയാൽ മതിയായിരുന്നു. ഞാൻ നെക്സ്റ്റ് ഇങ്ങനെ കുറേ ലിപ്സ്റ്റിക് ഷെയ്ഡ്സ്. ഇങ്ങനെ പേപ്പറാണ് ഇത് ഫുള്ള്. പേപ്പർ ജേണൽ. നെക്സ്റ്റ് ഇതാ കവായി ജേണലാണ്. ദക്ഷേ കവായി ജേണൽ. അടുത്തത് നെക്സ്റ്റ് ഇതാ ഈ കളിക്കുടുക്ക. പക്ഷേ കളിക്കുടുക്ക വലിയ എക്സ്പ്രഷൻ വരാൻ ചാൻസ് ഇല്ല. സെറാറോഷറിൻ്റെ ഒരെണ്ണം ചെയ്തായിരുന്നു, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ദക്ഷയുടെ എൻ്റെ മുടിയാണ്. നിന്റെ പേര് നയൻ. വയസ്സ് ഞാനൊന്നുമല്ല. വയസ്സ് എത്രയാ? 13. ഇത് എൻ്റെ മുടി, ഇത് ദക്ഷയുടെ മുടി. ദക്ഷ ആരാന്ന് അറിയോ? ഈസ് മൈ സിസ്റ്റർ. നെക്സ്റ്റ് ഇങ്ങനെ ഒരു ആനിമൽ ആണ്, കളിക്കുടിക്കാൻ. ഇത് ദക്ഷ. പക്ഷെ ഒരു തടിയനുണ്ട് ദക്ഷ എന്ന് പറയായിരുന്നു.
നെക്സ്റ്റ് ലൈസ് ഞാനെല്ലാം കാണിച്ചിട്ടേ ജേണൽ തുടങ്ങുന്നുള്ളൂ. അന്നെന്താണെന്ന് വെച്ചാൽ ജേണലിൻ്റെ യൂട്യൂബ് ഞാൻ ഇടത്തില്ലല്ലോ. നെക്സ്റ്റ് ഇതാ എൻ്റെ ഒരു നോട്ട്ബുക്കിലാണ് മലയാളം കടമ്പയുണ്ട്. ക്ലാസ് 2-ലാണ്, ഞാനിപ്പോൾ 3-ൽ. നെക്സ്റ്റ് ഇത് ഏറ്റവും ലാസ്റ്റ് ഇത് ഫെറാറോ ഡോഷർ. കണ്ടപ്പോൾ ഞാൻ നിന്റെ അയ്യേ എന്ന് വെച്ച അവൾ ആ സമയത്ത് കയറിയിരിക്കുകയായിരുന്നു. സൂപ്പർ അല്ലേ? അടുത്ത പേജിലാണ് നമ്മൾ ജേണൽ ചെയ്യുക. അടുത്ത പേജ് വരുന്നത് ബ്ലൂ കളറിൽ ഒരു ടെഡി ഡോഗ്, മിൽക്ക്, ഓറഞ്ച്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അതിലുണ്ട്. എടുത്തു വെച്ചേക്കുമല്ല, ആ പടമായിട്ട് ഞാൻ കാണിച്ചു തന്നല്ലോ. ഞാൻ ചെയ്യുന്നത് ഞാൻ വേണമെങ്കിൽ നിന്നെ കാണിക്കാതെ എന്തുവാന്ന് ഞാൻ ഫുൾ ഫിനിഷ് ചെയ്തില്ല. ഈ ഒരു വീഡിയോ കഴിയുമ്പോഴത്തേക്ക് ഫിനിഷ് ആവും. കണ്ട അവളുടെ മുടി ഉണ്ടായിരുന്നു. നിങ്ങൾ മുടി ഒന്ന് കെട്ടി വെച്ചിട്ട് എൻ്റെ വ്ളോഗിൽ കയറി വെച്ച്. അല്ല, ഇതിങ്ങോട്ട് ഒന്നും ഇരി, ആ മുടി ഒന്ന് ശരിക്കും കെട്ടി വെച്ചിട്ട്, അല്ലെങ്കിൽ അല്ലാതെങ്കിലും ഇരി. പരിപാടി ഞാൻ വല്ല ഗ്ലൂ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വരാം. നമുക്ക് ഗ്ലൂ കിട്ടില്ല. സ്റ്റാപ്ലർ വെച്ചൊന്ന് ട്രൈ ചെയ്യാം. പേപ്പർ ആയതുകൊണ്ട് കിട്ടുമായിരിക്കും. പക്ഷെ ദക്ഷയുടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ മുടി ഒന്ന് ഇങ്ങോട്ട് ഇങ്ങനെ വെച്ചാൽ മതി. ഞാൻ ഇങ്ങോട്ട് ഇരുന്നിട്ടുണ്ട്. ദക്ഷ ഇത്രയും പണിയായി. ഞാൻ ഇങ്ങനെ ആക്കുന്നതൊന്നും മനസ്സിലാവില്ല. ലാസ്റ്റ് അടുത്ത് എൻ്റെ അനിയത്തിയോട് കാണിക്കും. അടുത്ത് ഇങ്ങനെയോ എങ്ങനെയും ഒന്ന് കാണിക്കാം, അല്ലെങ്കിൽ ലാസ്റ്റ് ഞാൻ ഫോട്ടോ ഇട്ടോളാം അല്ലേ. എൻ്റേത് ഞാൻ കാണിക്കുകയും ചെയ്യും, ഫോട്ടോ ഇടുകയും. ഫസ്റ്റ് നമുക്ക് പത്രത്തിലെ ഫസ്റ്റ് എടുക്കുന്നത് ഇതാണ്. 16 ജൂൺ അത് വേണം. 16 അല്ല 14. പല കളേഴ്സിലുള്ള സാധനങ്ങൾ ഞാൻ കാണാതെ മേടിച്ച് ഓർഡർ ചെയ്തിട്ട് ഞാൻ കണ്ടില്ല. അതാണ് സർപ്രൈസ് ഒന്നും അല്ല, ഇത് എൻ്റെതാണ്. ആദ്യമേ ഈ സൺഡേ മലയാളം മനോരമ അതൊന്ന് കട്ട് ചെയ്യാവേ. കട്ട് ചെയ്തിട്ട് നമ്മൾ സ്റ്റാപ്ലർ അടിച്ചു ഗ്രീൻ തന്നെ മെയിന്. അവളുടെ ആ ഒരു ആർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. രക്ഷയ്ക്ക് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാന്ന് പറയട്ടെ, കിറ്റി ജേണൽ. പക്ഷേ ആ കിറ്റി ജേണൽ എന്ന പേരും പിന്നെന്തുവാ ആ കവായി ജേണലും അല്ലേ. അപ്പം എൻ്റെ മലയാളം മനോരമ നമുക്ക് കട്ട് ചെയ്യാം. പക്ഷെ ഇത് മലയാളം മനോരമ എന്ന് എഴുതിയേക്കുന്നത് തന്നെ ഭയങ്കര വലുത്. ഒന്നെങ്കിൽ നമുക്ക് സൺഡേ എന്നുള്ളത് മലയാളം എൻ്റെ ബുക്കിൽ ചേരില്ല. ഇത് ചേരും, പക്ഷെ ഇച്ചിരി കട്ട് ചെയ്യണം സൈഡിൽ നിന്ന്, ഇച്ചിരിയും കൂടെ കട്ട് ചെയ്യാം. എനിക്കോ പിശുക്കോ? നിനക്ക് പിശുക്ക? നമുക്ക് കുഞ്ഞതായിട്ട് കട്ട് ചെയ്തെടുക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ചേരത്തില്ല. ഞാൻ ഇന്നലെയും ഇന്നുമായിട്ട് ചെയ്ത വർക്കാണ് അല്ലേ. ഇന്നലെ രാത്രി
ഇന്നലെ രാത്രി ചെയ്യുന്ന ഞാൻ കണ്ടായിരുന്നു. 10:30 മുതൽ ഏതാണ്ട് 11:15 വരെ ഞാൻ അതെ, നേരത്തെ നമ്മൾ ചെയ്യാൻ തുടങ്ങിയെങ്കിലും, നേരത്തെ അല്ല, ആ സമയത്താണ് ഉണ്ടാക്കി കൊടുക്കാൻ. അവളെ എന്തോ ലെറ്റർ ഏതാണ്ട് എഴുതി വെച്ചിട്ടുണ്ട് അവളുടെ കൂട്ടുകാരിക്ക്. അപ്പം ആ ലെറ്ററിൻ്റെ കൂടെ എന്തേലും കൊടുക്കണം. ഞാനിപ്പം അങ്ങനെയൊന്നുമില്ല. പക്ഷെ എനിക്ക് ഈ സൈഡ് ഒന്ന് കട്ട് ചെയ്യണം. ഇത് ഞാൻ ശരിക്കും ഇതെനിക്ക് ഉണ്ടാക്കാൻ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതൊരിക്കലും എൻ്റെ കൂട്ടുകാരിക്ക് കൊടുക്കില്ല. കാരണം ആരാ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട്? അവളെ അവളുടെ പ്രോബ്ലം ഞാൻ തന്നെ ചേച്ചി നല്ല ഇതിലല്ല. പക്ഷെ നിന്നെ പോലെ തന്നെ മൂന്നാമതൊരാൾ നിന്നെ പോലെ തന്നെ തള്ളായി ഭാഷ ചേച്ചി. ഈ വീഡിയോ അവള് കാണണം. നീ അല്ലെങ്കിലും തള്ളായി വന്ന് നീക്കാൻ അറിയാം. അതിന് എൻ്റെ ചാനൽ അല്ലല്ലോ ചേച്ചി കാണുന്നത്. അത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഇനി ഇതെന്തോ ചെയ്യാറുണ്ടോ? ഇതെങ്ങനെ സ്റ്റാപ്ലർ വെച്ച് പറ്റൂല. എന്ന് വെച്ചാൽ പുറകിൽ വരും സ്റ്റാപ്ലർ അടിച്ചത്. ജസ്റ്റ് ഒന്ന് താപ്പി പിടിച്ചിട്ട് വരാം. അത്ര നേരം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നേ. അതെ, അല്ലെങ്കിൽ ഞാൻ ക്യാമറ അങ്ങോട്ടൊക്കെ നീ നീങ്ങിയിരിക്കണ്ട, എനിക്ക് ഇരിക്കേണ്ടത് പോരെ. നമ്മുടെ വർക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇത് ഞാൻ ചെയ്തേക്കുന്നത് ഒരു ബോക്സിൻ്റെ ഇതേ രീതിയിലൊരു പീസയിലാണ്. ആ പീസയിൽ നമ്മൾ ചെറിയൊരു മിനിയേച്ചർ പോണ്ട്, ആ പോണ്ടിൻ്റെ അവിടെ വരുന്ന കുറച്ച് സാധനങ്ങൾ, മീൻസ് മഷ്റൂം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ അവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഇനി എൻ്റെ ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് വേണോ എന്നാണ് ഞാനിപ്പോൾ ഈ ആലോചിക്കുന്നത്. പറ്റുവാണെങ്കിൽ നമുക്കൊരു തവളയോ വല്ലോ മുയലിനെ കൊണ്ടുവരാൻ നോക്കാം. സോ മുയലുണ്ടാക്കിയാലും വർക്കാവും എന്ന് എനിക്ക് വലിയ ഉറപ്പില്ലാതെയാണ് ഞാനിപ്പോൾ ആ മുയലിനെ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. പക്ഷെ മുയലിനോടൊക്കെ ആയിരുന്നു നല്ല രസമായിരിക്കും. ഇത് ഞാൻ മാഷ് ആൻഡ് ബിയറിനകത്ത് ഇൻസ്പയർഡായി അതിനകത്തുള്ളൊരു കൊണ്ട് വിളിക്കാൻ ചെയ്തത്. പക്ഷെ അതുപോലൊന്നും ആയിട്ടില്ല. നമുക്ക് മുയലിനുണ്ടെന്ന് നോക്കാം. ഇത് ഞാൻ ഡാൻസ് ക്ലാസ്സിൽ പോയില്ല. ഞാൻ റീസൺ എന്താ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പഠിക്കാനുണ്ട് എന്നാണ്. മുയലിൻ്റെ ചെറിയൊരു തല തല ഇങ്ങനെ ശരിക്കും എൻ്റെ എന്നെക്കാട്ടിലും കാര്യമായിട്ടൊക്കെ സംസാരിച്ച് ഇച്ചിരി വലുതുണ്ടാക്കി. വലുതായാലും പക്ഷെ സക്സസ് ആയിരുന്നു. പക്ഷെ അവിടെ സ്ഥലമില്ല. ഇതൊരു മിനി വർക്കാണ്. അതുകൊണ്ട് വലുതുണ്ടാക്കാൻ പറ്റില്ല. മുയലൊക്കെ ഏതാണ്ടൊക്കെ പോലെ മുയലിനെ ക്യാൻസൽ ചെയ്തു. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ആയിട്ട് ഒരു അരയന്നത്തിനെ സെറ്റ് ചെയ്യാം. പക്ഷേ അരയന്നത്തിന് സ്ഥലമില്ല. നമുക്കല്ലെങ്കിൽ മാഷ് ആൻഡ് ബിയർ